ഹായ് എവ്രി വൺ, ബിയോണ്ട് ദ പ്ലേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റൈസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എറണാകുളത്തൊക്കെ ഫേമസ് ആയിട്ടുള്ള മാഞ്ഞാലി ബിരിയാണിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1.25 കിലോ ചിക്കൻ കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂണ് മുളക് പൊടി, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ലോണം കുഴച്ചെടുക്കാം. നാരങ്ങൻ്റെ വെള്ളം പോരാത്തതിന് നമുക്കൊരു കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനൊരു 2 ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നാവും. ഞാനിത് രാവിലെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 2-3 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് ഇതുണ്ടാക്കാൻ തുടങ്ങാം. ചിക്കനിൽ മസാലയൊക്കെ നല്ല പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് ചിക്കൻ്റെ മസാലയൊക്കെ ഒന്ന് കോട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ ഇതിൽ ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് ഇതിലിട്ട് ഈ വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് എടുത്ത് മാറ്റാം. ഇനി ഇത് ഈ വെള്ളത്തിൽ നിന്ന് നമുക്കൊന്ന് കോരി മാറ്റണം. ഇപ്പോൾ ചിക്കനൊക്കെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി അതേ പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ നമ്മൾ കോരി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊരു ഹാഫ് കുക്കാവുന്നത് വരെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ അടിഭാഗം ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് സമയം ഇത് കുക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു 3 വലിയ ഉള്ളി ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്ത് ഇതൊന്ന് വാട്ടിയെടുക്കാം. ഉള്ളി വാടുന്ന സമയം കൊണ്ട് നമുക്ക് നെയ്ച്ചോറിനുള്ള അരിയൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം. ഞാൻ ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലോണം ഒന്ന് കഴുകിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് കുതിരാൻ വെക്കാം. ഞാൻ ഉള്ളി ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ അടപ്പൊന്ന് എടുത്ത് മാറ്റിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതും കൂടി ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്.
അതും കൂടെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 3 തക്കാളി എടുക്കാം. ഇനി അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്നുകൂടെ ഒരു 5 മിനിറ്റ് അടച്ച് വെക്കാം. ഇപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ല വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായി ഒരു 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ മണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചിക്കന് വേവിച്ചിട്ടുള്ള വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് റൈസിലേക്കുള്ള പിന്നെ ഉള്ളി ഒന്ന് വറുത്ത് കോരണം. അപ്പോൾ അതിന് വേണ്ടി ഒരു 3 ടേബിൾ സ്പൂണ് നെയ്യും അതേപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലിന് പകരം നെയ്യ് മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ഉള്ളി ഞാൻ ചെറുതായിട്ട് കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ ഒരു 4 ഏലക്കായും 3 ഗ്രാമ്പും 2 കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോൾ ഞാൻ നേരത്തെ 3 ഗ്ലാസ് അരിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് 6 ഗ്ലാസ് വെള്ളം അളന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ UTC അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് തിളക്കാൻ വെക്കാം. ഇപ്പം നമ്മൾ ഗ്രേവിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനും ഗ്രേവിയും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലെ ഉപ്പും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ മൂടിയൊക്കെ തുറന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലുള്ള എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്ന് ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 പിടി മല്ലിയിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഗ്രേവി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ലാസ്റ്റ് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മൾ റൈസിലേക്കുള്ള വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളം നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം തീ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ അരിയിലെ വെള്ളമൊക്കെ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കണ പോലെ ചെയ്യരുത്. പിന്നെ ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ റൈസിന് ചെറിയൊരു യെല്ലോ കളറും കിട്ടും. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ റൈസിലത്തെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഉള്ളി കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട്
ബിരിയാണി സെർവ് ചെയ്യാം. ഇതുപോലെ 2 രീതിയിലായിട്ടും ചെയ്യും. ഇല്ലെങ്കിൽ മസാല നടുവിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ റൈസ് വെക്കുന്ന രീതിയിലും ചെയ്യും. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മാഞ്ഞാലി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.